ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവമക്കളാകുന്നവരെ, ദൈവത്തിൽ വിശ്വസിക്കാത്ത തൻ്റെ ജനത്തിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്കൊരു പുതിയ ഒരു വചനം നിങ്ങളോട് സംസാരിക്കാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. മനുഷ്യർ മാറിപ്പോയാലും സകലവും നീങ്ങിപ്പോയാലും മാറിപ്പോകാത്ത വചനം സത്യേക ദൈവത്തിൻ്റെ തിരുവചനമാണ്. അതെന്തേക്കും നിലനിൽക്കും. അതായത് ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, അല്ലെ അനേകരുടെ ഒരു ചിന്താ വിഷയത്തിന് വേണ്ടി ഇന്ന് വിശ്വാസകോളത്തിൽ നിൽക്കുന്ന അനേകർക്ക് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ അനുഭവത്തിലും ഞാൻ കണ്ടുവരുന്നതും ആയ ചില കാര്യങ്ങൾ ചിന്തിച്ച ശേഷമാണ് ഞാൻ ഈ വചനവുമായിട്ട് ദൈവം എഴുതി വച്ചിരിക്കുന്ന തിരുവചനത്തിൻ്റെ വലിയ ഒരു സത്യം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ദൈവമക്കളാകുന്നവരുടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ മുന്നിലേക്ക് ഞാൻ വീഡിയോ ചെയ്തിടുന്നത്. ഇതൊരു വ്യത്യസ്ത വീഡിയോ ആയി തീരട്ടെ. ദൈവം അത് മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാകട്ടെ എന്ന് വിചാരിക്കുന്നു. അതായത് ബൈബിൾ കർത്താവിൻ്റെ സമയത്ത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്ന സമയത്ത് എഴുതിയിരുന്നതാണ്, പുതിയ നിയമവും പഴയ നിയമവും. അപ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തനം, ദാവീദ് വളരെ കഷ്ടത്തിലും, ദാവീദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അതായത് രാജാവ് ആയിരുന്ന മനുഷ്യൻ, സകലത്തിലും വലിയ പ്രയാസങ്ങളും ദുഃഖവും, ആ ദാവീദിനെതിരെ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ചെന്ന സമയത്തും പല പ്രശ്നങ്ങളും പല രീതിയിൽ, അതായത് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉള്ള അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉള്ള ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ദൈവം നമുക്ക് ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം ദാവീദിനോട് സംസാരിച്ചൊരു വചനമാണ് നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരുന്നത്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് എല്ലാവരും വചനം കേട്ട് ഗ്രഹിച്ച് അധികമായിട്ട് ഹൃദയത്തിൽ ഗ്രഹിച്ച് നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. എന്നാൽ 58-ാം സങ്കീർത്തനം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതായത് ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രവാദം. ഈ മന്ത്രവാദത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. അപ്പോൾ ദൈവം എന്താണ് അവിടെ പറയുന്നത്? ദാവീദ് എന്താണ് അവിടെ സംസാരിച്ചത്? ദാവീദിനെതിരെ മന്ത്രങ്ങളും തന്ത്രങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് അവിടെ ബലപ്പെടുവാൻ വേണ്ടി ദൈവം ദാവീദിനൊരു വചനം കൊടുത്ത്, ആ വചനമാണ് 58-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം. അതായത് എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കയില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. എൻ്റെ പ്രിയമക്കളെ, എൻ്റെ കേൾക്കുന്ന ദൈവവിശ്വാസികളല്ലാത്തവരെ, ആർക്കും അറിയാത്തവർക്കും കൂടിയുള്ളത്, എത്ര സാമർഥ്യത്തോടുകൂടി മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ ആ മന്ത്രം അത് കേൾക്കയില്ല. ആര് കേൾക്കയില്ല? മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കയില്ല. മന്ത്രവാദികൾ പറയുന്നത് അത് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒരുവനെ നശിപ്പിക്കാൻ കൂടുതൽ മനുഷ്യർ എഴുന്നേറ്റ് വന്നാലും ദൈവത്തിൻ്റെ ശക്തി ഉള്ളവരിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ആ മന്ത്രങ്ങളും തന്ത്രങ്ങളും നമുക്കെതിരെ ചെയ്താലും ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല. ഈ വചനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി അത് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ദാസന്മാരുടെ വായിൽ കൂടി ഘോര പ്രസംഗിച്ചിട്ടും അത് ഏറ്റെടുക്കാതെ നടക്കുന്നത് കൊണ്ടാണ് നിന്റെ ഭവനത്തിൽ ദുഃഖവും നിന്റെ ഭവനത്തിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഫലിക്കുന്നത്. ഇത് ഏറ്റെടുക്കണം, ദൈവവചനം ഏറ്റെടുക്കണം. എനിക്കിത് ഫലിക്കയില്ല എന്ന് നമ്മുടെ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് സംഭവിക്കാതിരിക്കും. നീ എന്താണോ ചിന്തിക്കുന്നത് അത് നിനക്ക് ഭവിക്കും. നീ എന്താണോ അറിയുന്നത് അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. നീ എന്താണോ നിനക്ക് വരാൻ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അത് നിനക്ക് സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ യഹോവയായ ദൈവം പറയുന്നു, നിന്റെ വാക്ക് ഉവ്വെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതായത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഏൽക്കാതിരിക്കാൻ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്, അവർ എത്ര സാമർഥ്യത്തോടെ, മന്ത്രവാദികൾ എത്ര സാമർഥ്യത്തോടെ നമുക്ക് മന്ത്രം ചൊല്ലിയാലും അത് ഏൽക്കയില്ല. ഇസ്രായേലിന് ഏൽക്കയില്ല എന്നുള്ളത്. നമ്മളൊക്കെ ഇസ്രായേലിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം ഒരുവനെ കണ്ടിരുന്നാൽ അവൻ എവിടെ പോയിരുന്നാലും അവൻ ഏത് പ്രതികൂലം വന്നാലും ദൈവം അവനെ വിടുവിക്കും. ഇസബെല്ല
ഇസബേൽ ആ ഏലിയാവിന് നേരെ അനേകം മന്ത്രങ്ങളും തന്ത്രങ്ങളും ചെയ്തപ്പോൾ എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ ഏലിയാവ് ഒളിച്ച് ക്ഷീണിച്ച് കിടന്ന് ആ തണലിൽ കിടന്ന സമയത്ത്, സൂരച്ചെടി തണലിൽ കിടന്ന സമയത്ത് യഹോവയുടെ ദൂതനെ അയച്ച് അവന് അപ്പവും അടയും കൊടുത്ത് വീണ്ടും ബലപ്പെടുത്തി, നീ എഴുന്നേൽക്ക്, നിനക്ക് ഇനിയും ഓടാനുണ്ട്, നിനക്ക് ഇനിയും അനേക ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബലപ്പെടുത്തി കൊടുത്തത് ആരാ? ദൈവമാണ്. അപ്പോൾ ആ ഇസബേലയുടെ മന്ത്രവും തന്ത്രവും ആർക്ക് ഫലിച്ചില്ല? ഏലിയാവിന് ഫലിച്ചില്ല. അപ്പം ഇസബേൽമാർ ഒരുപാടുണ്ട്. ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയും നമ്മൾ ജയിക്കണം. കർത്താവായ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നാഥനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, അവനെ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും നിങ്ങൾക്ക് ഫലിക്കുകയില്ല. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല, യാക്കോബിന് ലക്ഷണവിദ്യ ഏൽക്കുകയില്ല. മന്ത്രവാദികളുടെ മന്ത്രം ചെയ്യുന്നത് ആ അണപ്പല്ലുകളെ തകർക്കാൻ, യഹോവേ അവർ അണപ്പല്ലുകളെ തകർക്കാൻ പറ്റിയ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് ജീവനുള്ള ഒരേ ഒരു ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ മന്ത്രത്തെയാണോ ഭയക്കുന്നത്? ആ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ മന്ത്രത്തെ അവിടെ നിനക്ക് ഏൽക്കുകയില്ല. നിനക്ക് പല വിചാരങ്ങൾ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. വിശ്വാസിയാണോ? അതല്ല. അല്ലാത്തതാണോ? അതല്ല. വിശ്വാസത്തിലും നിൽക്കും, അമ്പലത്തിലും പോകും, പൂജയും ചെയ്യും, കർമ്മവും ചെയ്യും, മന്ത്രങ്ങളും ചെയ്യും, തന്ത്രങ്ങളും ചെയ്ത് അങ്ങനെയുള്ള വ്യക്തിയെ നീ സൂക്ഷിക്കണം. നിനക്ക് ഫലിക്കും. അതല്ല, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ്, എൻ്റെ ജീവനുള്ള ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത്, ആ വിശ്വാസം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു മന്ത്രവും ഏൽക്കുകയില്ല. ചില സഭകളിലൊക്കെ, ചില ഗ്രൂപ്പുകളിലൊക്കെ ഡെയിലി കിടന്ന് പ്രേതവും ഭൂതവും ഇളക്കുന്നത് കാണാം. ഇല്ല, ഒരിക്കലും. നിൻ്റെ ഹൃദയം നല്ലതാണെങ്കിൽ, നിൻ്റെ ഹൃദയം ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവാണ് വസിക്കുന്നതെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ യേശുവാണ് ഉള്ളതെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ഉള്ളതെങ്കിൽ, ജീവനുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ നിന്നെ ഒരു ബാധയും തൊടുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഈ വചനം ഇന്ന് നിങ്ങൾക്ക്, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അല്ലാത്തവർ, മന്ത്രങ്ങൾ ഒരുപാടുണ്ട്, പൂജകൾ ഒരുപാടുണ്ട്, മുസ്ലിങ്ങളുടെ നാലാം വേദ കെട്ടുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും സർവശക്തനായ ദൈവമാണ് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ ഈ വചനം ഇന്ന് ഏറ്റെടുത്തിട്ട് നിൻ്റെ ഭവനത്തിൽ ചൊല്ലണം, നിൻ്റെ ഭവനത്തിൽ പറയണം, നിൻ്റെ തലമുറകളുടെ മേൽ പറയണം, നീ നടക്കുന്നിടത്ത് പറയണം, നീ പോകുന്നിടത്ത് പറയണം, നിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സുവിശേഷം പറയാൻ നീ കടന്നു പോകുന്ന വീട്ടിലാണെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ കടന്നു പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയണം, എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാൽ, എത്ര സാമർത്ഥ്യത്തോടെ അന്യ ദുഷ്ടശക്തികൾ എതിരെ നിന്നാലും എൻ്റെ ജീവിക്കുന്ന ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണം? യഹോവൻ്റെ വലത്തുഭാഗത്ത് തണൽ, യഹോവയെ ഞാൻ മുമ്പിൽ വെച്ചിരിക്കുന്നു, കണ്ണിന് നേരെ ഒരു നീചകാര്യം കാണുവാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വചനങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നീ പോകാനും. വചനം ജീവിക്കുന്ന വചനമാണ്. വചനം അരയ്ക്ക് സത്യവും നീതിയുടെ കവചവും രക്ഷയുടെ ശിരസ്ത്രവും അണിഞ്ഞ് കാലിൽ സുവിശേഷത്തിൻ്റെ ചെരുപ്പും അണിഞ്ഞ് വചനമെന്ന വാളും എടുത്തുകൊണ്ട് ഓരോ ദിവസവും നിലനിന്നാൽ ഒരു മന്ത്രവും തന്ത്രവും ഫലിക്കത്തില്ല. മന്ത്രങ്ങളൊക്കെ എരിഞ്ഞു പോകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഹോളി സ്പിരിറ്റാണ് നിന്നിൽ വസിക്കുന്നതെങ്കിൽ നിൻ്റെ മേൽ ഭൂതമില്ല, പ്രേതമില്ല, ഒന്നുമില്ല, നിൻ്റെ മേൽ ഒന്നും എറിക്കുകയില്ല, ഒന്നും ഏൽക്കയില്ല. അതാണ് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആഭിചാരം ഇസ്രായേലിന് ഏൽക്കയില്ല, ലക്ഷണവിദ്യ ആഭിചാരം ഇസ്രായേലിന് ഏൽക്കുകയില്ല, ലക്ഷണവിദ്യകൾ ഇസ്രായേലിനും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ദൈവശക്തി പ്രാപിക്കണം. ദൈവശക്തിയിൽ ദൈവത്തിൻ്റെ വചനമാണ് ശക്തി. ഒരു ദൈവദാസൻ നിങ്ങളുടെ തലമേൽ കൈവെൽക്കുന്നതോ ഒരു ദാസി കൈവെൽക്കുന്നതോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യരിൽ നിന്നല്ല നിനക്ക് ശക്തി വരുന്നത്. ഏലിയാവിന് ശക്തി കൊടുത്തത് ഏലിയാവ് പ്രാർത്ഥിച്ച് ശക്തി മേടിച്ചതാണ്. ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്ന് വചനം പറഞ്ഞു ശക്തി മേടിച്ചതാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും രക്ഷിച്ചത് തിരുവചനമാണ്. എല്ലാത്തിലും തിരുവചനം നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ യേശുവിനെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് മറ്റൊന്നിലും വിശ്വസിക്കാതെ സകലത്തിൽ എൻ്റെ യേശു കർത്താവിനെ വിടുവിക്കുമെന്നും എൻ്റെ യേശു പരിശുദ്ധാത്മാവ് തീയാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ നിന്നാൽ ഒന്നും നിനക്ക് ഏൽക്കയില്ല. ആഭിചാരം നിനക്ക് ഏൽക്കയില്ല, ലക്ഷണവിദ്യ നിനക്ക് ഏൽക്കയില്ല. അതാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ ശക്തമായിട്ട് ഞാൻ പറയുന്നത്. പ്രേതവും ഭൂതങ്ങളും നിൻ്റെ മേൽ ഭൂതം വാഴുന്നെങ്കിൽ നിൻ്റെ അവിശ്വാസം കൊണ്ടാണ്. നിൻ്റെ അവിശ്വാസം നിൻ്റെ ഉള്ളിലിരിക്കുന്നുവെങ്കിൽ മന്ത്രങ്ങൾ ഏൽക്കും.
നിൻ്റെ അവിശ്വാസം നിൻ്റെ ഭവനത്തിലിരിക്കുന്നുവെങ്കിൽ ആ മന്ത്രങ്ങൾ ഏൽക്കും. അതുകൊണ്ട് അവിശ്വസിക്കാതെ വിശ്വസിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ വചനം എല്ലാവർക്കും ഇതാവട്ടെ, എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലിരിക്കട്ടെ, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കട്ടെ. അതിനകത്ത് ഒന്നുകൂടി ഞാൻ ആ വചനം, എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് കേൾക്കയില്ല. ദൈവമേ അവരുടെ വായിലെ അണപ്പല്ലുകളെ തകർക്കണമേ. ദൈവം അവരുടെ അണപ്പല്ലുകളെ തകർക്കും. നമ്മുടെ ദൈവത്തിൻ്റെ മുകളിൽ ഒരു ദൈവമില്ല. യേശുക്രിസ്തുവിൻ്റെ മുകളിൽ ഒരു ദൈവമില്ല. യേശുക്രിസ്തുവിന് പൂജ വേണ്ട, കർമ്മം വേണ്ട, ഒന്നും വേണ്ട. യേശുവിന് ഹൃദയം മാത്രം മതി. ആ ഹൃദയമാണ് യേശുവിൻ്റെ പൂജയും കർമ്മം. ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നീ ഉറച്ച വിശ്വാസത്തോടെ, നിൻ്റെ വിശ്വാസം എത്ര വലുതായിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിൻ്റെ വചനത്തിൽ എത്ര വലുതായിരിക്കുന്നു, ആ വചനത്തിൽ ബലപ്പെട്ട് ഉറച്ചു നിന്നാൽ ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഏൽക്കില്ല. അതാണ് ഇന്നത്തെ ഈ തിരുവചനത്തിൻ്റെ ഒരു സത്ത്. വചനം ജീവനുള്ളതാണ്. ഇതിൻ്റെ സത്താണ് ഞാൻ പറഞ്ഞത്. അത് ഇന്ന് അനേക വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. ഇന്ന് പെന്തക്കോസ്തിൽ അനേകർക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും മതി വരത്തില്ല, എത്ര പ്രേതങ്ങൾ ഇളക്കിയിട്ടും മതി വരത്തില്ല, എത്ര ഭൂതങ്ങൾ, എല്ലാവരുടെയും ഉള്ളിൽ ഭൂതം ഇരിക്കുന്നെന്നുള്ളൊരു ചിന്തയാണ്. എന്നെ അത് തൊടുമോ, എന്നെ ഇത് പിടിക്കുമോ, ഞാൻ അവിടെ പോയാൽ എൻ്റെ ദേഹത്ത് ഇത് കയറുമോ. ഈ മരിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മരിച്ചവർ മൗനതയിൽ ഉറങ്ങുക. പിന്നെ എങ്ങനെ നിന്നെ തൊടാനും? നിന്റെ സ്വഭാവ രീതികളാണ് നിന്നിലിരിക്കുന്ന ഭൂതം. നിന്റെ സ്വഭാവമാണ് ഭൂതം. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഭൂതം തന്നെയാണ്. നീ വിശ്വാസം ഉണ്ടെങ്കിൽ യേശു കർത്താവിനെ പോലും ഭൂതമെന്ന് വിളിച്ച്, ബെൽസബൂലേ എന്ന് വിളിച്ച്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനം നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കണം. എന്നെ കാണുന്ന വിശ്വാസികളായ കുടുംബങ്ങൾ, വിശ്വാസികൾ ഇത് ഏറ്റെടുക്കണം. യേശു കർത്താവിനെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും ആരാധിച്ച് ബലപ്പെട്ടാൽ ഒരു ഭൂതവും പ്രേതവും നിന്നെ തൊടുകയില്ല. ഒരു ബാധയും നിന്നെ തൊടുകയില്ല. ഒരു ബാധയും നിന്റെ ഭവനത്തിൽ അടുക്കയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. വചനങ്ങളല്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം എല്ലാവർക്കും പ്രയോജനമാകട്ടെ. തിരുവചനം സത്യമുള്ളതാണ്, ഇതിൻ്റെ സത്താണ്. അതുകൊണ്ട് ദൈവനാമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യട്ടെ. അനേകർ ഷെയർ ചെയ്യുക, അനേകർ കേട്ടവർ ഷെയർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.